ഹലോ കൂട്ടുകാരെ, ഇസാ റോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് കമൻസിൽ പറയുന്നത് ഞാൻ കണ്ടു, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കുറേ ചെയ്യാനായിട്ട്. അപ്പോൾ ആ വീഡിയോസ് ഉറപ്പായിട്ടും വഴിയെ വരുന്നതായിരിക്കും. എക്സാം ടൈം ആയതുകൊണ്ടാണ് ഞാൻ എക്സാം ടിപ്സ് വീഡിയോസ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്, നമ്മുടെ മെയിൻ ചാനൽ മലയാളി മോം ബൈ ഹെൽന എന്നുള്ളതാണ്. അതിലാണ് നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള വീഡിയോസൊക്കെ ആദ്യം ചെയ്തിരുന്നത്. പക്ഷേ ഇനി മുതൽ ഈ ഒരു ചാനലിലായിരിക്കും അങ്ങനത്തെ എല്ലാ കണ്ടൻറ്റും നമ്മൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് കൂടുതൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം ചിലർ വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരും എക്സാമൊക്കെ എഴുതാൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കാമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ചില സമയത്ത് എക്സാം സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില ചെറിയ ചെറിയ മണ്ടത്തരങ്ങൾ നമ്മുടെ മാർക്ക് കുറയ്ക്കാനായിട്ടാണ് അത് സഹായിക്കുക. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സ് അവോയ്ഡ് ആക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പലപ്പോഴും നമ്മൾ എക്സാമിൻ്റെ ടൈം ടേബിൾ ചില കുട്ടികളെങ്കിലും തെറ്റിപ്പോയിട്ട് വേറെ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു മണ്ടത്തരം എൻ്റെ ലൈഫിൽ പറ്റിയിട്ടുണ്ട്, ഒരു തവണ മാത്രം. ഞാൻ അപ്പോൾ എന്താ ചെയ്തത്, അതിന് ശേഷം ഞാൻ നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ എക്സാം ടൈം ടേബിൾ എഴുതി നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ മുൻപിൽ തന്നെ വെക്കുക. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുക, അതിനനുസരിച്ച് നമ്മുടെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരോടൊന്ന് തലേദിവസം ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് ഡേ പരീക്ഷയാണല്ലോ എന്ന്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഓർമ്മിപ്പിക്കും. നമ്മൾ എക്സാമിന് പോകുന്നതിൻ്റെ തലേദിവസം തന്നെ നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കണം നമ്മൾ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേഷനറി ബോക്സിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകും നല്ല ഐറ്റംസും ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എന്നിങ്ങനെയുള്ളതൊക്കെ വെക്കുക. എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നും, പക്ഷേ എക്സാം സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഈ ഐറ്റംസും നമ്മുടെ കയ്യിൽ ഇല്ലാതെ മിസ്സാവുമ്പോൾ നമുക്ക് വരുന്ന ടെൻഷനും നമ്മുടെ സമയനഷ്ടവും ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം മറക്കാതെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉപയോഗിക്കാൻ പോകുന്ന പെൻ ഏതാണെന്ന്, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പെന്നാണെങ്കിൽ ആ പെന്ന് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പുതിയതായൊരു പെന്ന് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതൊരു കുറച്ച് ദിവസം നമ്മളൊന്ന് എഴുതി നോക്കി നമുക്ക് പറ്റുന്ന സ്പീഡും സ്മൂത്ത്നെസ്സും ആ പെന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ പുതിയൊരു പെൻ വാങ്ങി നമ്മൾ എക്സാമിന് ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ നമുക്ക് എഴുതാനായിട്ട് ആ ഒരു സ്പീഡും സ്മൂത്ത്നെസ്സും കിട്ടാതാവുമ്പോൾ നമ്മുടെ എഴുതുന്നത് സ്ലോ ആവും, നമ്മുടെ ടൈം അധികം വേസ്റ്റ് ആവും. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ചിലപ്പോൾ നമ്മളത് ഓർത്തിട്ടേ ഉണ്ടാവില്ല. നമ്മൾ ഏത് എക്സാമിന് ഏത് ക്ലാസ്സിലാണ് ഇരിക്കുന്നത് എന്നൊന്നും നോക്കി വെക്കുക. ചില സമയത്ത് നമ്മൾ എക്സാം സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ചിലപ്പോൾ ലേറ്റായി, അവിടെ എത്തി നമ്മൾ ഏത് ക്ലാസ്സാണെന്ന് നോക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് അന്വേഷിച്ച് നടന്ന് നമ്മുടെ സമയം പോവുകയും എക്സാമിന് ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഫുള്ളി ടെൻഷനായിട്ടാവും ഇരിക്കുക. അതുകൊണ്ട് പ്രത്യേകം സമയവും ഡേറ്റും ക്ലാസ് റൂമും മറക്കാതെ ശ്രദ്ധിക്കുക. എക്സാമിന് ചെന്നിരുന്ന് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനായിട്ട് ഒരു കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആ സമയം മാക്സിമം നല്ല രീതിക്ക് പ്രയോജനപ്പെടുത്തുക. നമ്മൾ ക്വസ്റ്റ്യൻസ് ഓരോന്നും വായിച്ചിട്ടും ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം നമുക്ക് എഴുതാൻ വേണ്ടി വരുമെന്നും അതിലെ പോയിൻറ്റ്സ് നന്നായിട്ട് ഓർത്ത് വെക്കാനും ഏതൊക്കെ ചോദ്യമാണ് നമുക്ക് നന്നായിട്ട് കിട്ടുക എന്നുള്ളതും ഏതൊക്കെ ചോദ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും നമ്മൾ ആ സമയം കൊണ്ട് തന്നെ തീരുമാനിക്കുക. ചില സമയങ്ങളിൽ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് തീരെ കിട്ടില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ ആ ആൻസർ എഴുതാതെ തന്നെ വിടും, ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വിടും. നമ്മുടെ മക്കൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണത്. എൻ്റെ മക്കളും അത് ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും അവരെ വഴക്ക് പറയാറാകെ ആ ഒരു കാര്യത്തിനാണ്. നമ്മൾ ഒരിക്കലും ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടില്ല എന്ന് വെച്ചിട്ട് ഒന്നും എഴുതാതെ വിടരുത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുതാൻ കിട്ടുകയാണെങ്കിൽ അതെങ്കിലും എഴുതി വെക്കുക. ചിലപ്പോൾ നമ്മൾ എഴുതിയത് എന്തെങ്കിലും അതിൽ കറക്റ്റ് ഉണ്ടെങ്കിൽ ഒരു 1/2 മാർക്കെങ്കിലും നമുക്ക് കിട്ടിയാലോ. അതുകൊണ്ട് ഒരു ചോദ്യം പോലും നമ്മൾ വിടരുത്, എഴുതാതെ വിടരുത്. എന്തെങ്കിലും അതിലൊരു ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കുക. പലപ്പോഴും ചില കുട്ടികൾ ചോദ്യം വായിച്ചു കഴിയുമ്പോൾ നന്നായിട്ട് കിട്ടുന്ന ചോദ്യമാണെങ്കിൽ ചിലപ്പോൾ അതിന് 2 മാർക്കേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നമ്മൾ 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെ അത്രയും ആൻസർ ഒരു ആവശ്യമില്ലാതെ കുറേ അധികം എഴുതി വയ്ക്കും. മാർക്കിനനുസരിച്ച് മാത്രം നമ്മൾ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കി ഉത്തരങ്ങൾ എഴുതാനുള്ള സമയം നമുക്ക് കിട്ടില്ല. പരീക്ഷ എഴുതുന്ന സമയത്ത് നല്ല കൈയക്ഷരത്തിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. വായിക്കുന്ന ടീച്ചേഴ്സിന് ക്ലിയർ ആയിട്ട് നമ്മൾ എന്താ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കൈയക്ഷരത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എക്സാമിന് മുൻപായിട്ട് അത് ക്ലിയർ ചെയ്ത് വൃത്തിയായിട്ട് എക്സാം എഴുതാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ടീച്ചേഴ്സിന് എഴുതുന്നത് മനസ്സിലാവുമ്പോൾ കുറച്ചും കൂടി മാർക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് നന്നായി കിട്ടുന്ന ചോദ്യങ്ങളും നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ചോദ്യങ്ങളും വേഗം തന്നെ എഴുതുക. കാരണം നമുക്ക് നല്ല രീതിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഓർഡറിൽ എഴുതി പോകുമ്പോൾ ചിലപ്പോൾ ടഫുള്ളൊരു ചോദ്യം കിട്ടാതാവുമ്പോൾ നമ്മൾ അവിടെ സ്റ്റക്ക് ആവുകയും അതിനെക്കുറിച്ച് ഓർത്തിരുന്ന് നമുക്ക് കിട്ടുന്ന നല്ല ചോദ്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റാതെ അത് മോശമായി എഴുതുകയും അതിൻ്റെ മാർക്ക് അനാവശ്യമായി നഷ്ടപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 1 മുതൽ നമ്പർ ഇട്ട് ചോദ്യങ്ങൾ എഴുതിയിട്ട് ഇടയിൽ ഏതെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ട ശേഷം ബാക്കിയുള്ള നന്നായി
കിട്ടുന്നതൊക്കെ ആൻസർ ചെയ്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് പ്രോപ്പറായിട്ട് ആ കിട്ടാത്ത ആൻസർ നമുക്ക് പറ്റുന്ന അത്രയും നന്നായിട്ട് എഴുതാനായിട്ട് നോക്കുക. പലപ്പോഴും ചിലർ വാച്ച് ഇല്ലാതെ എക്സാമിന് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വാച്ച് നോക്കി സമയം നോക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ വാച്ച് അവിടെ ദൂരി വെക്കി ഞാനും കൂടി സമയം നോക്കട്ടെ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. അബദ്ധത്തിലൊക്കെ നമുക്ക് പറ്റാം. പക്ഷെ പറ്റാവുന്നത് ഇങ്ങനെയുള്ളൊരു സില്ലി മിസ്റ്റേക്ക് നമ്മൾ അവോയ്ഡ് ആക്കുക. വാച്ചിൻ്റെ ബാറ്ററിയൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മാറ്റിയിട്ട് കുറേ നാളായെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ചെയ്ത് വാച്ച് കയ്യിൽ കെട്ടി പോകാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ സമയത്തിന് നമ്മുടെ എക്സാം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പ്രോപ്പറായി വായിക്കാതെ ചിലപ്പോൾ അറിയുന്ന ഉത്തരങ്ങളടക്കം തെറ്റിച്ച് വെക്കും. ഇതിൻ്റെ ഒരു കാരണം നമ്മൾ വളരെ ടെൻഷൻ അടിച്ചും പാനിക്കായിട്ടായിരിക്കും ചില കുട്ടികൾ എക്സാം എഴുതാനായിട്ട് ഇരിക്കുക. ആ സമയത്ത് ചോദ്യത്തിൻ്റെ തുടക്കം കുറച്ച് കാണുമ്പോഴേക്കും നമ്മൾ ഉത്തരം എഴുതി തുടങ്ങും. ചോദ്യം പൂർണ്ണമായി വായിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ആൻസർ ചെയ്താൽ മാത്രമേ ആൻസർ കൃത്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു വേർഡ് കാണുമ്പോഴേക്കും ഇതിനെക്കുറിച്ചാണ് ചോദിച്ചതെന്ന് വെച്ച് ഓടിച്ചാടി എഴുതരുത്. ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. ചിലപ്പോഴെങ്കിലും കുട്ടികൾക്ക് പറ്റുന്നൊരു തെറ്റാണ് ക്വസ്റ്റ്യൻ്റെ നമ്പർ എഴുതാൻ മറന്നു പോവുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിച്ചിടുക എന്നുള്ളത്. അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക. എൻ്റെ മോള് ചെറിയ ക്ലാസ്സിൽ UKG പഠിക്കുമ്പോൾ അവൾ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോയിട്ട് അവളുടെ 2-3 ചോദ്യങ്ങളുടെ മാർക്ക് പോയി. കാരണം എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോയി. അതായത് അതിലൊരു നമ്പർ വിട്ടുപോയി, അപ്പോൾ എഴുതുന്നത് അതനുസരിച്ച് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ എഴുതിയിരിക്കുന്നത് കൃത്യമാണോ എന്നും ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടോ എന്നും ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ നമ്മുടെ മാർക്ക് അനാവശ്യമായി നഷ്ടപ്പെടും. നമ്മൾ എഴുതുന്ന പേപ്പർ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നമ്മൾ കുറേ അധികം പേപ്പേഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വലിയ ക്ലാസ്സിലാവുമ്പോൾ നമ്മൾ എല്ലാ ആൻസർ ഷീറ്റിനും നമ്പർ ഇടാൻ ശ്രദ്ധിക്കുക. 1, 2, 3 എന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുമ്പോൾ നമുക്കത് ലാസ്റ്റ് ഓർഡർ ആക്കുന്ന സമയത്ത് ഈസി ആയിരിക്കും. ഇത് വലിയ ക്ലാസ്സുകാർ ചെയ്യുന്ന കാര്യമായിരിക്കും, അറിയാത്തവർക്ക് പറഞ്ഞു എന്ന് മാത്രം. ഒരു ചോദ്യത്തിന് ആൻസർ എഴുതുന്ന സമയത്ത് അതിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറേ അധികം വാരി വലിച്ച് എഴുതുമ്പോൾ വായിക്കുന്ന ടീച്ചർക്ക് അത് കുറേ മടുപ്പ് തോന്നുകയും നമ്മുടെ ആൻസർ വളരെ വ്യക്തമല്ല, വെറുതെ കുറേ എഴുതി വെച്ചൊരു ഫീല് വരും. അതുകൊണ്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആൻസേഴ്സ് എഴുതുമ്പോഴാണ് ടീച്ചേഴ്സിനെ അത് വായിച്ചെടുക്കാനും നമുക്ക് ആ കോൺസെപ്റ്റ് നന്നായി മനസ്സിലായി എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എല്ലാം എഴുതി അവസാനത്തേക്കായി അങ്ങോട്ട് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വായിച്ചു നോക്കാതെ, നമ്മുടെ ആൻസർ പേപ്പർ ഫുള്ളായി വായിച്ചു നോക്കാതെ സബ്മിറ്റ് ചെയ്യുക. നമ്മൾ എത്ര തന്നെ നന്നായി എഴുതിയാലും നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം ചിലപ്പോൾ പേപ്പറിലോട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ എടുത്തെഴുതുമ്പോൾ ഒക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. പലപ്പോഴും മാത്സ് ഒക്കെ ചിലർ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വർക്കിംഗ് കോളത്തിൽ അതിൻ്റെ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ടാവും കൃത്യമായി, പക്ഷെ അത് എടുത്ത് നമ്മളുടെ സ്പേസിൽ പേപ്പറിലേക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ മിസ്സിങ് സംഭവിക്കുക. അതുകൊണ്ട് ലാസ്റ്റിൽ നമ്മുടെ പേപ്പർ ഫുള്ളായിട്ടും വായിച്ചു നോക്കാനുള്ളൊരു സമയം ഉറപ്പായിട്ടും കണ്ടെത്തുക. 5 മിനിറ്റെങ്കിലും എടുത്തിട്ട് ആൻസർ പേപ്പർ ഫുള്ളായിട്ടും വായിക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട്, എക്സാം ഹാളിൽ എത്തുന്നതിന് മുൻപ് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ അതൊക്കെ പ്രത്യേകം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എക്സാം കഴിയുന്നവരെ ഇരിക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ബോഡിയുടെ കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കാതെ എക്സാം എഴുതാതിരിക്കുമ്പോൾ ഇടയിൽ വെച്ച് പിന്നെയും എഴുന്നേറ്റ് പോകുമ്പോൾ ആ ടൈമൊക്കെ നമ്മുടെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ, വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള നീഡ്സ് കംപ്ലീറ്റ് ചെയ്യുക. എക്സാം ഹാളിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പേടിയായിട്ട് നമ്മൾ ചോദിക്കാതെ മിണ്ടാതിരിക്കും. അത് മറ്റുള്ളവരെ അപ്പുറത്തിരിക്കുന്ന കുട്ടിയോട് ചോദിക്കാമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നീട് കൂടുതൽ പ്രോബ്ലംസിന് ഇടവരും. അതുകൊണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ വശം തന്നെ അതിൽ അനാവശ്യമായി പടങ്ങൾ വരച്ചിടുക, ഉത്തരങ്ങൾ എഴുതി വെക്കുക, ഓർമ്മിക്കാൻ വേണ്ടി എഴുതി വെക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. അത് നമുക്ക് എഴുതേണ്ടത്, ആൻസേഴ്സ് എഴുതേണ്ടത് ആൻസർ ഷീറ്റിലാണ്. അതോടൊപ്പം തന്നെ ആൻസർ ഷീറ്റിൽ മറക്കാതെ നമ്മുടെ പേരും എല്ലാ കാര്യങ്ങളും എഴുതുക. ചിലരത് ലാസ്റ്റ് എഴുതാമെന്നൊക്കെ വിചാരിച്ച് വെക്കും, അവസാനം ആ പേര് എഴുതാതെ പേപ്പർ കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പലപ്പോഴും നമുക്ക് ടെൻഷനും പേടിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റായിട്ട് അനാവശ്യമായ ടെൻഷനും കാര്യങ്ങളും പരീക്ഷാ സമയത്ത് നമ്മൾ നിർത്തലാക്കുക. കാരണം ഇങ്ങനെയുള്ള സ്ട്രെസ്സും ടെൻഷനും നമ്മൾ എത്ര തന്നെ നന്നായി പഠിച്ചാലും നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ഈ ടെൻഷനും പാനിക്കും അടിക്കുമ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച പോർഷൻസ് നമ്മൾ മറന്നു പോവുകയും നമ്മൾക്കത് എന്താ എഴുതണ്ടേന്ന് കിട്ടാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ അനാവശ്യമായ ടെൻഷൻ, സ്ട്രെസ്, പലതും ചിന്തിച്ച് കൂട്ടുക എന്നിങ്ങനെയുള്ളത് ഒഴിവാക്കുക.
ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് ആ എടുത്ത ഹാർഡ് വർക്കിന് ഒരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് വളരെ കുഞ്ഞു മിസ്റ്റേക്സ് ആണ്, നമ്മൾ ശ്രദ്ധിച്ചാൽ തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിലെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അത് മറ്റുള്ള കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിതിൽ പുതിയതായിട്ട് കേട്ട ഏതെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എന്നോട് പറയുക, അത് ഞാൻ ഹാപ്പി ആയിരിക്കും. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.